ഗൈസ് ഇന്ന് നമുക്ക് വന്നിരിക്കണം ആപ്പിൾ ഐപോഡ് ടച്ച് 4th Gen. ഇത് നമ്മൾ ടയർ ഡൗൺ ചെയ്യാൻ പോവുകയാണ്. ഊരെടുക്കാനായിട്ട് ആദ്യം തന്നെ ഹീറ്റ് ചെയ്ത് കൈ ഊരെടുക്കുക. അത് കഴിഞ്ഞ് ഗൈസ് നമ്മൾ കണ്ടോ ഹീറ്റ് ചെയ്തിട്ട് ഈ പ്രയ്യപ്പ് ചെയ്യണ ഓപ്പണർ വെച്ച് ഓപ്പൺ ചെയ്യാം. ഭയങ്കര കഷ്ടപ്പാടായിട്ട് ഇത് ഓപ്പൺ ചെയ്യാൻ. നിറച്ചും ഗ്ലൂ ആണ്, ഒരുമാതിരി നിറച്ചും ഗ്ലൂ കണ്ടു. ഇത് ആൻറ്റീനേൻ്റെ കണക്ഷനാണ് ശരിക്കും. പിന്നെ നമ്മളിങ്ങനെ കണ്ട കുറേ സ്ക്രൂ ഊരാനുണ്ട്. എൻ്റെ കഷ്ടപ്പാടാണെന്നറിയോ, എൻ്റെ കൈയൊക്കെ പൊട്ടിയ ലാസ്റ്റിനകത്ത് കാണിക്കേണ്ട വീഡിയോയിൽ കണ്ടോ കുറേ സ്ക്രൂ ഊരാനുണ്ട്, നിറച്ചും സ്ക്രൂ. നോർമലി ഞാൻ വിചാരിച്ചിരുന്ന ആൻഡ്രോയിഡ് ഡിവൈസുകളിലാണ് ഇത്ര സ്ക്രൂ ഉള്ളതെന്ന്. ഐഫോണുകളിലും ഇത്ര സ്ക്രൂ ഉണ്ട്. കണ്ട മേളിലൊരു പ്ലാസ്റ്റിക്കിൻ്റെ സാധനം ഉണ്ട്. ഇത് എന്തിനാണ് ഉപയോഗിക്കണമെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. കാരണം അവർക്കറിയായിരിക്കും. പണ്ട് സ്റ്റീവ് ജോബ്സ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഓരോ ചെറിയ ഗ്യാപ്പ് പോലും വിടാതില്ലായിരുന്ന ഈ സാധനമൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരുന്ന അതുപോലെ ഇരിക്കാം. കണ്ടോ പയ്യെ നമ്മൾ എന്തോരം കഷ്ടപ്പെട്ടിരുന്ന മെറ്റൽ ബ്രാക്കറ്റ് വരാൻ തന്നെ എന്തോരം സ്ക്രൂ ആയിരുന്നു എന്നറിയുക ഗായ്സ്. പിന്നെ കണ്ടോ ഇവിടെ ഇതിൻ്റെ ഇടയിലൊക്കെ ഒളിപ്പിച്ച് വെച്ചേക്കാണ് സ്ക്രൂ. ഇതേപോലെ സ്ക്രൂ എല്ലാം ഊരി കണ്ടോ ഓരോ പാർട്സായിട്ട് നമുക്ക് കാണിച്ചു തരാം. സ്പീക്കർ, ബാറ്ററി ഇതിൻ്റെ നേരത്തെ റിപ്ലേസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു ഗൈസ്. കണ്ടാവും ആപ്പിളിൻ്റെ ഒറിജിനൽ ബാറ്ററി അല്ലാത്ത പോലെ എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ക്യാമറ, 2 ക്യാമറ ഉണ്ടായിട്ട് ഇതിനകത്ത് ഫ്രണ്ടും ബാക്കും. പിന്നെ ഡിസ്പ്ലേ ഇത് പിന്നെ സ്വിച്ചിൻ്റെ കണക്ഷൻ കണ്ട. ബാറ്ററിക്ക് ഇതിനകത്ത് സോൾഡർ ആട്ടോ. ശരിക്കും പഴയതൊക്കെ ലെഗോ കണക്ഷനാണ് ആപ്പിളിൻ്റെയൊക്കെ വന്നത്. ഇപ്പോൾ ഉള്ള ആൻഡ്രോയിഡ് ഡിവൈസിൻ്റെ അതെ ഇത് പണ്ടത്തെ സ്വിച്ച് ഫോൺ പോലെ സോൾഡറാണ് കണക്ഷൻ. പിന്നെ കണ്ടോ ഇത് സൈഡിൽ സ്വിച്ചിൻ്റെ ഇതും എല്ലാം നമ്മൾ ഊരിയെടുക്കുകയാണ്. കണ്ടോ ഇത് ഇപ്പോഴത്തെ ഐഫോൺ പോലെ തന്നെ നമുക്ക് ഇതുണ്ട്. പക്ഷേ ഇത് ഇപ്പോഴത്തെ ഐഫോൺ പോലെ നമുക്ക് ഊരിയെടുക്കാൻ പറ്റില്ല. ഭയങ്കര കഷ്ടപ്പാടാണ്. നമ്മൾ ഹീറ്റ് ചെയ്ത് നമ്മൾ കണ്ടോ എന്തിൻ്റെ കണക്ഷനാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ബോർഡ് ഊരാൻ വേണ്ടിയായിരുന്നു. അത് ഹീറ്റ് ചെയ്തിട്ട് അത് വിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. കണക്ഷൻ സോൾഡ് ചെയ്ത ഐ തിങ്ക് അത് സ്വിച്ചിൻ്റെ കണക്ഷനായിരുന്നു. പിന്നെ കണ്ടോ നമ്മൾ ഓരോ പാർട്സായിട്ട് ലാസ്റ്റ് എടുത്ത് കാണിക്കേണ്ടത്. ഇതിൻ്റെ ഇടയിലൊക്കെ കണ്ടോ ഇതാണ് ടച്ചിൻ്റെ കണക്ഷൻ ആക്ച്വലി വന്നത്. നമ്മളിപ്പോൾ ടച്ചിൻ്റെ കണക്ഷൻ റിമൂവ് ചെയ്തു. ഡിസ്പ്ലേ ഫുൾ ഡിജിറ്റൈസർ ഊരി കയ്യിലെടുത്തിട്ടുണ്ട്. കണ്ടോ ഇനി മദർ ബോർഡ് ഊരാനുള്ള കഷ്ടപ്പാടിലാണ്. അതിൻ്റെ ഇടയിൽ ഈ കമ്പി ഇപ്പോഴാണ് എൻ്റെ കൈ പൊട്ടാൻ പോകുന്നത് കേട്ടോ ഗൈസ്. ഇതിങ്ങനെ ഊരി വരുമ്പോഴാണ് ഇത് കണ്ടോ എന്തൊരു സ്ക്രൂ ആ മുകളിൽ പൊങ്ങി കാണാണ് സ്പീക്കർ. ഇത് കണ്ടോ പൊട്ടി കുറച്ച് ചോരയൊക്കെ പോയി. ചോര ഒന്നും ഇൻസ്റ്റയിൽ യൂട്യൂബിൽ കാണിക്കാൻ പാടില്ല, അതുകൊണ്ട് കാണിക്കില്ല. കണ്ടോ ഇതാണ് അതിൻ്റെ മദർ ബോർഡിൻ്റെ ഇതാട്ടോ. വലിയ ചാർജിങ് ബോർഡാണ്. പഴയ ഐപാഡിൻ്റെ ചാർജ് ചെയ്യണ ഇത് തന്നെയാണ്. ഇതിൻ്റെ ഇടയിലൊക്കെ സ്ക്രൂ ആണ് ഒക്കെ ഒളിപ്പിച്ച് വെച്ചേക്കാണ് അവർ. നമ്മൾ ഒളിപ്പിച്ച് വെച്ച സ്ക്രൂ ഒക്കെ കണ്ടുപിടിച്ച് ഓരോന്നായിട്ട് ഇങ്ങനെ ഊരിക്കൊണ്ടിരിക്കുകയാണ്. ഊരി നമുക്ക് പാട്ടൊക്കെ കേട്ടിരിക്കുകയല്ല കേട്ടോ. കണ്ടോ ഇതാണ് അതിൻ്റെ ഹെഡ്ഫോൺ ജാക്ക് നമ്മൾ ഊരി എടുത്തിട്ടുണ്ട് ഗോയ്സ്. ഹെഡ്ഫോൺ ജാക്ക് കണ്ടോ. ഇനി ഈ ബാറ്ററിൻ്റെ കണക്ഷൻ നമുക്ക് ഡീസോൾഡർ ചെയ്യാം. കണ്ടോ നമ്മൾ ഇട്ട് ഇങ്ങനെ ഊരി എടുക്കുക. ഇപ്പോൾ മദർ ബോർഡ് നമ്മുടെ കയ്യിലിരിക്കേണ്ട. മദർ ബോർഡിൽ ക്യാമറ, സ്പീക്കർ, അമ്മാതിരി സാധനങ്ങളൊക്കെ ഉണ്ട്. കണ്ടോ ഇനി നമുക്ക് ഈ പാനലിൽ ഊരി എടുക്കാം. ഒരു ഫ്രെയിമാണത്, പ്ലാസ്റ്റിക്കിൻ്റെ ഫ്രെയിമാണ്. ഇതാണ് ബാറ്ററി. കണ്ടോ ഇതൊക്കെയാണ് സ്വിച്ച്. ഇതിൻ്റെ സ്വിച്ച് കണ്ടോ ഗൈസ്. അതും 5-6 സ്ക്രൂവിൻ്റെ ഇടയിൽ ഇരുന്ന് കുറച്ച് സ്ക്രൂ ഇനി ഊരാനുണ്ട്. ഇതിൻ്റെ മേളിലൊരു ബെറ്റൽ ബ്രാക്കറ്റ് ഉണ്ട്. അതൊക്കെ ഊരി സ്ക്രൂ ഒക്കെ ഊരി ബാക്കി കണ്ടോ നമ്മൾ അത് ഊരി കണ്ടോ. ഇത് നമുക്ക് ഓരോ പാർട്സായിട്ട് ഇങ്ങനെ പയ്യെ കാണിച്ചു തരാം. ഫ്രെയിം കണ്ടോ ഇത് ബാറ്ററി. ഫ്രെയിമിൻ്റെ ഇടയിൽ കുറേ കമ്പിയും കോലൊക്കെ ഇങ്ങനെ വന്നിരിക്കുന്നുണ്ട്. ആ കമ്പിങ് ഹോൾ നമുക്ക് ഇപ്പം മാറ്റി വെക്കാം. കണ്ടോ ഇതാണ് മദർ ബോർഡ്. ഇതിൻ്റെ ഇടയിലാണ് അതിൻ്റെ ഐസിയും കുയിസിയും എല്ലാം കുന്ത്രണ്ടവും വന്നത്. പിന്നെ കണ്ടോ ചാർജിങ് പോർട്ട് ഉണ്ടല്ലോ. പിന്നെ ഇതാണ് അതിൻ്റെ സ്വിച്ച് അവിടെ ഇട്ടോ വന്നെ. കണ്ടോ ഇതാണ് ഡിസ്പ്ലേ സ്വിച്ച് ശരിക്കും ഇപ്പുറത്ത് തന്നെ കൊണ്ടോ. വയറൊരു ബാറ്ററി കണക്ഷനൊക്കെ സോൾഡർ ചെയ്യുന്നുണ്ട്. കണ്ടോ സ്വിച്ച് ഇനി നമുക്ക് പറിച്ചെടുക്കാൻ അടുത്ത പരിപാടിയാണ്. ഇപ്പുറത്തെ സ്ക്രൂവിൻ്റെ സ്വിച്ച് കണ്ടോ. ഈ മെറ്റൽ ബ്രാക്കറ്റിൻ്റെ ഒരു സ്ക്രൂ കൂടെ ഊരി കഴിഞ്ഞാൽ നമുക്ക് ഈ മെറ്റൽ ബ്രാക്കറ്റ് ഊരിയിട്ട് സ്വിച്ച് പറിച്ചെടുക്കാം. ബാക്ക് പാനൽ കണ്ടോ, മെയിൻ പാനൽ. ഇതാണ് അതിൻ്റെ ഞാൻ നേരത്തെ ഊരിയെടുത്ത ഹെഡ്ഫോൺ ജാക്ക്. കണ്ടോ ഹെഡ്ഫോൺ ജാക്കൊക്കെ ലെഗോ കണക്ഷനാണ്. ഇവർക്ക് ഇതെല്ലാം ലെഗോ കണക്ഷൻ ആക്കിക്കൂടായിരുന്നു ആ സമയത്ത്. കണ്ടോ ഇതാണ് അതിൻ്റെ ചാർജിങ് പോർട്ട്. ഇനി കണ്ടില്ല എന്ന് പറയരുത്, ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇതാണ് സ്പീക്കർ, കുഞ്ഞ് സ്പീക്കറാണ്. പിന്നെ തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ കുറേ SMT കമ്പോണൻസ് ഒക്കെ കാണാം. അതൊക്കെ ലാസ്റ്റ് ഞാൻ ക്ലിയർ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മടിയാണെങ്കിൽ ഓടിച്ചിട്ട് കണ്ടോ. ഇനി നമുക്ക് കുറേ സ്ക്രൂവും സ്വിച്ച് ഊരിയെടുക്കാനുള്ള കഷ്ടപ്പാടാണ്. സ്വിച്ച് ഊരിയെടുക്കാനുള്ള കഷ്ടപ്പാടിൽ നമ്മൾ സ്വിച്ച് ഊരിയെടുത്തു ഗൈസ്. കണ്ടോ ഇതാണ് അതിൻ്റെ സ്വിച്ച്. ഈ സ്വിച്ചൊക്കെ സോൾഡ് ചെയ്ത് വെച്ചേക്കാണ്. അതാണ് ഞാൻ ഫസ്റ്റ് ഊരിയെടുത്തേ. ഇതൊരുമാതിരി ആൻറ്റീന കണക്ഷൻ പോയി. ഇപ്പോഴത്തെ ആൻഡ്രോയിഡ് ഡിവൈസിൽ ആൻറ്റീന കണക്ഷൻ പോയേക്കണോട്ടാണ് അതിൻ്റെ സ്വിച്ചിൻ്റെ ഇത് പോയേക്കണം. കണ്ടോ
ഇനി നമുക്ക് ബാക്കി ബാറ്ററി ഊരിയെടുക്കാനുള്ള ഫ്രൈ അപ്പ് ചെയ്തെടുക്കാനുള്ള കഷ്ടപ്പാടിലാണ്. ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ ഒഴിച്ചില്ല, നമ്മൾ നേരെ വലിച്ചെടുത്തു. അപ്പോഴാണ് നമ്മൾ ഇതിൻ്റെ ബാക്കിലൊരു ഹീറ്റ് ഇതാവാൻ വേണ്ടി ആ സമയത്തും അവർ വെച്ചിരുന്നു. കണ്ടോ, കോപ്പറിൻ്റെ ഷീറ്റാണിത്. അത് മാറ്റി കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഡിസ്പ്ലേ. പക്ഷേ ഡിസ്പ്ലേയിൽ നോർമലി ബാക്ക് പാനലിന് പകരം ബാക്കിൽ വേറൊരു മെറ്റൽ ബ്രാക്കറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ബാറ്ററി, പിന്നെ കണ്ടോ ഓരോ പാർട്സ്. ഇനിയുണ്ട് ഇതിനകത്തൊരു ചെറിയ കുഞ്ഞു കഷ്ണം സ്പ്രിങ് വരെ ഉണ്ടായി ഗൈസ്. ഇത് ഏതാണ് മദർ ബോർഡ്. കണ്ടോ ഓരോ പാർട്സ്, ആ ചെറിയ കുഞ്ഞ് സ്പ്രിങ്. ഓഫ്, ഓരോ ചെറിയ ചെറിയ ഡീറ്റെയിൽസ് നമുക്ക് ഇതിനകത്ത് കണ്ട് കിട്ടി ഗൈസ്. കണ്ടോ ഓരോ പാർട്സ്. എന്താ ഐപോഡാണ്, ഐപാഡല്ലാത്തത്. ഇത് ഐപോഡ് ടച്ച് ജെൻ 4. ഇത് കണ്ടോ, ഇതാണ് ക്യാമറ. അതിൻ്റെ ഇനി ക്യാമറ കണ്ടില്ല എന്ന് പറയണ്ടേ. ഇത് ഫ്രണ്ട് ക്യാമറ, അല്ലാതെ ബാക്ക് ക്യാമറ, റിയർ ക്യാമറ. ഇത് ഫ്രണ്ട് ക്യാമറ, ഫ്രണ്ട് ക്യാമ്. പിന്നെ അത് എൻ്റെ ഇതാണ് കണ്ടോ, കുഞ്ഞു കുഞ്ഞു സ്ക്രൂ, മെറ്റൽ ബ്രാക്കറ്റ്. ഇത് ആ സൈഡിൽ കാണാനാണ് സ്പ്രിങ്. ഇതൊരു ചെറിയ സ്വിച്ച്. ഇത് കണ്ടോ, ഇതൊക്കെയാണ് എൻ്റെ സാധനങ്ങൾ. ഈ സ്വിച്ച് നേരെ വന്നത് അപ്പുറത്താട്ടാ. കണ്ടോ എൻ്റെ ഫോൺ കണ്ടോ, റിഫ്ലക്ഷൻ അടിച്ച് തന്നെ കണ്ടില്ലേ. ഇതാ മദർ ബോർഡൊക്കെ ഞാൻ കൃത്യമായി സൂം ചെയ്ത് കാണിച്ചു തരാം. ഇപ്പം ഇത് ഐപോഡാണ് കണ്ടോ. ഈ ഇതിൻ്റെ സൈഡിൽ കാണാനാണ് ചെറിയ സ്വിച്ചിൻ്റെ ഇവിടെ കാണാൻ ഞാൻ പറഞ്ഞ ചെറിയ സ്പ്രിങ് കണ്ടോ. പിന്നെ ഇത് മെറ്റൽ പാക്കറ്റ് ആ സ്വിച്ചിൻ്റെ ഒപ്പം ഉണ്ടായതാണ്. സ്പ്രിങ് ശരിക്കും എന്തിൻ്റെ എവിടെ നിന്നാണ് ഊരി പോകുന്നതിന് ഞാൻ ഓർക്കുള്ള കുഞ്ഞ് സ്പ്രിങ്ങാണ്. കണ്ടോ ഈ കമ്പിക്കാണ് എൻ്റെ കൈ കുത്തി കയറി. ഇത് SMT കമ്പോണൻസ്. ഇത് മര്യാദക്ക് കണ്ടോ ഇതിൻ്റെ ബോർഡിലുള്ളത്. ഇതൊക്കെ കണ്ടോ, ഇതാണ് ചാർജിങ് പോർട്ട്. ഞാൻ മര്യാദക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞല്ലോ കാണിച്ച് തരൂലോ. ചുക്കു. നമുക്ക് ഓരോ പാർട്സ് കണ്ടോ. ഇതാണ് അതിൻ്റെ ലെഗോ കണക്ഷൻ വന്നത്. ഡിസ്പ്ലേയും ടച്ചിനെ നമ്മൾ ഡിജിറ്റൈസർ എന്ന് പറയാം നമുക്ക്. അതാണ് ആ സ്വിച്ച്, മെയിൻ ഹോം ബട്ടനാണ് കേട്ടോ അത് ശരിക്കും. പിന്നെ ഇതാണ് നമ്മുടെ ആൻറ്റീന കണക്ഷൻ. ഈ കണക്ഷൻ കാരണമാണ് നമ്മൾ ഫസ്റ്റ് ഡിസ്പ്ലേ ഊരിയെടുക്കാൻ കഷ്ടപ്പെട്ടത്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ സ്പ്രിങ്, ആ കുഞ്ഞ് സ്പ്രിങ്. ഈ സ്പ്രിങ് കണ്ടോ എന്ത് വലിപ്പം കുറവാണെന്നോ. ഇത് അതിൻ്റെ ആ സ്വിച്ചിൻ്റെ ബേസിൻ്റെ വലിപ്പം കണ്ടോ, തീരെ കുഞ്ഞ്, ഏതോ മൈക്രോമീറ്റർ പാനോ ആ സാധനമൊക്കെ അത്ര എനിക്ക് അപ്പോൾ കണ്ടോ. പിന്നെ ഇതാണ് ആൻറ്റീനൊക്കെ. പക്ഷേ അത്രയും ചെറിയ സ്വിച്ച് അല്ല സ്പ്രിങ് ആയിരുന്നു കേട്ടോ അത്. എല്ലാ പാർട്സും ഉണ്ട്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ.